അങ്ങനെ ഇത്തുന് 4 വയസ്സായി. ഇന്ന് വെളുപ്പിന് ഇവു വിളിച്ചെണീപ്പിച്ച് ഒരു ടെടി കൊടുത്തതാണ്. അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് മേടിപ്പിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇന്ന് ഞാൻ രാവിലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു പൊതിച്ചോറുണ്ടെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു 4:30 എണീറ്റു. ആ ഒരു കലത്തിൽ എന്തോരം ചോറുണ്ടാവും അത്രയും ഒരു 2.5 നാഴിയോളം ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കും. ചോറൊക്കെ ശരിയാക്കി കഴിഞ്ഞ് പയറൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോയി തിരിച്ച് വന്നിട്ട് നമ്മൾ അപ്പുറപ്പുറമുള്ള വീടുകളിൽ മിഠായി കൊടുക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ധൃതിപ്പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൃതിപ്പണിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10:45 എനിക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഇസുവിന് ദോശ വേണമെന്ന് പറഞ്ഞ് ദോശ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കിളി പോയ പോലെ ആയിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും കൂടി ആ സമയത്ത് പിന്നെ ഇസുവിൻ്റെ കേക്കും മുറിക്കണം. അപ്പോൾ കുട്ടനെ നോക്കി ഞങ്ങൾ നിന്നേച്ച് അവൻ എണീറ്റ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ കേക്ക് മുറിക്കാനൊക്കെ ആയിട്ട് നിന്നത്. ഇസുവിൻ്റെ ചങ്കാണേ അവൻ. അപ്പോൾ അവനില്ലാത്ത കഷായം ഇവിടെ ഇല്ല. അപ്പോൾ അവനെ നോക്കി നിന്നതാണ്. തല്ലു പിടിക്കുമ്പോൾ രണ്ടും അങ്ങാടും നല്ലോണം തല്ലു പിടിക്കുകയും ചെയ്യും. പിന്നെ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ പോകത്തില്ല കേട്ടോ. തല്ലി പറഞ്ഞു വിട്ടാലേ അവൻ അങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ ഇസുവിന് കേക്കൊക്കെ മുറിച്ച് അങ്ങാടും എല്ലാവരും കൂടി അങ്ങോട്ട് കൊടുത്തായിരുന്നേ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൊതിച്ചോറ് കെട്ടാൻ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പൊതിച്ചോറിലുള്ള വിഭവങ്ങൾ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പൊതിച്ചോറ് കെട്ടി കൊണ്ടുപോയി കൊടുക്കണം 10:45. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് പോകാനായിട്ട്. ഇസുവിനെ കാണണമെന്നും പറഞ്ഞ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരുന്നേച്ചത്. ജോയ്സിൻ്റെ അനിയൻ്റെ വൈഫും പൊതിച്ചോറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി കൊണ്ടുപോയി യൂണിറ്റിൽ സെക്രട്ടറിയുടെ വീട്ടിലാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് കേട്ടോ. എന്നാലാവണത് എനിക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.